യുവജനങ്ങൾ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നേരിടുന്ന സംഘർഷങ്ങളിൽ ശാസ്ത്രീയ പഠനം ആരംഭിക്കാൻ സംസ്ഥാന യുവജന കമ്മീഷൻ ലഹരി വ്യാപനവും വിവാഹബന്ധങ്ങളിലെ പാളിച്ചകളും ഉൾപ്പെടെ വിവിധ തലങ്ങൾ പഠനവിധേയമാക്കുമെന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമകാലിക യുവജനങ്ങളുടെ ജീവിതശൈലി മാറ്റങ്ങളും മാനസികക്ഷേമവും എന്ന വിഷയത്തിലൂന്നിയാണ് പഠനം നടത്തുകയെന്ന് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജർ പറഞ്ഞു. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം, മദ്യപാനം, ആഹാരക്രമങ്ങൾ, ഡിജിറ്റൽ വിനിമയങ്ങൾ, യുവജനങ്ങളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, വിവാഹ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വളർന്നുവരുന്ന സംഘർഷങ്ങൾ, അവ പരിഹരിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥ എന്നിങ്ങനെ വിവിധ ഘടകങ്ങളാണ് പഠന വിധേയമാക്കുകയെന്നും ഷാജർ അറിയിച്ചു. അത് പുതിയ കാലത്തെ ജീവിതത്തിൻ്റെ ശൈലിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിനിമയങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്, അതോടൊപ്പം തന്നെ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം, മദ്യപാനം, അവരുടെ ആഹാരക്രമങ്ങൾ, ഫുഡ് പാറ്റേൺ പുതിയ കാലത്തെ, അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലും വ്യക്തിജീവിതങ്ങളിലും വളർന്നു വരുന്ന സംഘർഷങ്ങൾ, അവ പരിഹരിക്കാൻ തയ്യാറല്ലാത്ത മാനസികാവസ്ഥ എന്തുകൊണ്ട് യുവജനങ്ങളിൽ വർദ്ധിക്കുന്നു, അവരുടെ സ്വഭാവത്തിൽ വരുന്ന വലിയൊരു മാറ്റം, അങ്ങനെ പുതിയ കാലത്തെ യുവജനങ്ങൾക്കിടയിൽ വരുന്ന സ്വഭാവ മാറ്റങ്ങളെ സംബന്ധിച്ചും, പിന്നെ അവർ വായനശാലയെ ആശ്രയിക്കുന്നുണ്ടോ, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ, സമൂഹത്തിൽ രംഗത്തിറങ്ങുന്നുണ്ടോ, അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഇത്തരമൊരു വിഷയത്തിൽ നടത്തുന്ന ശാസ്ത്രീയമായ ആദ്യത്തെ പഠനമായിരിക്കും. ആ ശാസ്ത്രീയ പഠനത്തിന് ശേഷം സംസ്ഥാന യുവജന കമ്മീഷൻ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും, അത് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലെ MSW, MSc സൈക്കോളജി വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് പഠനം നടത്തുക. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കും. അത് പ്രസിദ്ധപ്പെടുത്തുമെന്നും ഷാജർ പറഞ്ഞു. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാജർ. 32 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 18 എണ്ണം പരിഹരിച്ചു. 14 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതുതായി 7 പരാതികൾ ലഭിച്ചു. കമ്മീഷൻ അംഗം PP രൺദീപ്, സെക്രട്ടറി ഇൻചാർജ് K ജയകുമാർ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.